കണ്ണൂർ നിന്ന് തന്നെ മറ്റൊരു വാർത്തയാണ്. സെൻട്രൽ ജയിലിൽ ഡ്രോൺ പറത്തിയതായി തെളിഞ്ഞിരിക്കുകയാണ്. അതെ, ശനിയാഴ്ച വൈകിട്ടാണ് ഈ ഡ്രോൺ പറത്തിയത്. വനിതാ ജയിലിന്റെ ഭാഗത്തേക്കും ഡ്രോൺ പറത്തിയതായി കണ്ടെത്തി. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബിജീഷ് തുടരുന്നുണ്ട്. ബിജീഷ്, ജയിൽ അതീവ സുരക്ഷയുള്ള ഒരു മേഖല കൂടിയാണ്. അതിന് മുകളിൽ ഡ്രോൺ പറത്തിയത് അത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇതിനകത്ത് ഇപ്പോൾ ടൗൺ പോലീസ് ശനിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവം നടന്നത്. അത് കഴിഞ്ഞ് കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതിൻ്റെ അകത്ത് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 4:20 അതുപോലെ തന്നെ 4:30 ഇടയിൽ 10 മിനിറ്റോളം നേരം കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പരിധിക്കകത്ത്, കോമ്പൗണ്ട് പരിധിക്കകത്ത് ഡ്രോൺ കണ്ടതായിട്ടാണ് സെൻട്രൽ ജയിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇത് പശുത്തൊഴുത്തിനോട് ചേർന്നുള്ള ഭാഗത്തുകൂടി വന്ന് വനിതാ സെല്ലിൻ്റെ സമീപത്തു കൂടി കറങ്ങി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ, അതായത് 2024 മാർച്ചിലും സമാനമായ രൂപത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പരിധിയിൽ ഇത്തരത്തിലുള്ള ഡ്രോൺ വന്നിരുന്നു. അതീവ സുരക്ഷാ മേഖലയായി പരിഗണിക്കപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പരിസരത്ത് ഇത്തരത്തിൽ ഡ്രോണുകൾ പറക്കുന്നത് സ്ഥിരം സംഭവം ആകുമ്പോഴും അത് തടയുന്നതിനുള്ളൊരു നടപടിയിലേക്ക് പോലീസിനോ അല്ലെങ്കിൽ ജയിലധികൃതർക്കോ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ പരാതി നൽകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് പിന്നിൽ ആര് എന്ന് കണ്ടെത്തുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ മാർച്ച്, അതായത് 2024 മാർച്ച് മാസത്തിലെ സംഭവത്തിൽ അന്വേഷണം ഇതുപോലെ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഉത്തരവാദികളായ ആരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനൊപ്പം തന്നെ ഈ മയക്കുമരുന്നും മറ്റ് സാധനങ്ങളും, മദ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ജയിലിൽ നിർബാധം എത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ സംബന്ധിച്ചിടത്തോളം ഈ സുരക്ഷ എന്ന് പറയുന്നത് അത് കടലാസിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം വലിയ തരത്തിൽ ഉയരുന്നുണ്ട്. ജിൽസി. ശരി, വിജേഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.